എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്താണെന്ന് നോക്കി, പ്ലേസ് ഓഫ് സപ്ലൈ എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് എന്താണെന്നും വാല്യൂ ഓഫ് സപ്ലൈ എന്താണെന്ന് അറിയണം അല്ലേ. എല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആ വാല്യൂവിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സാധനത്തിനായാലും എല്ലാ സേവനങ്ങൾക്കായാലും അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എത്രയെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, GST കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ നമ്മൾ ഒരു സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെയോ വാല്യൂവിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്, GST കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GSTയുടെ സെർട്ടൈൻ പെർസെൻറ്റേജ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് ആയതുകൊണ്ട് ആ സെർട്ടൈൻ പെർസെൻറ്റേജ് ഇമ്പോസ് ചെയ്യാനുള്ള വാല്യൂ ഏതാണെന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ആ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ സമയത്ത് രണ്ട് കണ്ടീഷൻസ് നമുക്കിവിടെ കൊടുത്തതായിട്ട് കാണാം. ആ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം. ഇനി ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഇനി പറയാൻ പോകുന്ന രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, എന്താണ് ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ട്രാൻസാക്ഷൻ വാല്യൂ. എന്താ അപ്പോൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂ വരും, നമുക്ക് നോക്കാം അല്ലേ. സമയമുണ്ട്, നമുക്ക് നോക്കാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് കണ്ടീഷൻസ് എന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ, ദി സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ് ഓഫ് ദി സപ്ലൈ ആർ നോട്ട് റിലേറ്റഡ്. എന്താണ്, സപ്ലയറും റെസിപ്പിയൻ്റും എന്തായിരിക്കരുത്, റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കരുത്. നമ്മൾ കഴിഞ്ഞ സപ്ലൈയുടെ വീഡിയോസൊക്കെ എടുത്ത സമയത്ത് റിലേറ്റഡ് പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആരാണ് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ലെന്ന് തോന്നുന്നു. എങ്കിൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു വിടാം. ഓക്കെ, റിലേറ്റഡ് പേഴ്സൺസ് ആവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ട് റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കണം. അപ്പോൾ റിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരല്ലാത്ത ആളുകളായിരിക്കണം എന്ത് പറയുന്നത്, സപ്ലയർ റെസിപ്പിയൻറ്റും എന്നാണ് ആദ്യത്തെ കണ്ടീഷന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ ആ ഒരു ഇതൊന്ന് ഓടിച്ചു വിടാം. ആരാന്ന് ഒന്ന് ഓടിച്ചു വിടാം. നമ്മുടെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയാണ്. സച്ച് പേഴ്സൺസ് ആർ ഓഫീസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് വൺ അനദേഴ്സ് ബിസിനസ്. എന്താണ്, ഓഫീസർമാരോ ഡയറക്ടർമാരോ ആവാം. ഓക്കെ, രണ്ടാമത്തെ ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ട്നേഴ്സ് ആവാം. ഓക്കെ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആവാം. അല്ലെങ്കിൽ എന്താവാം, അടുത്തെന്താ, എംപ്ലോയറോ എംപ്ലോയിയോ ആവാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു കമ്പനിയുടെ 25% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാവാം. ഓക്കെ, എന്താണ്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു കമ്പനിയുടെ 25% ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാവാം. അടുത്തെന്താ, നേരിട്ടോ അല്ലാതെയോ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി കൺട്രോൾസ് ദി അതർ, നേരിട്ടോ അല്ലാതെയോ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളാവാം. ഓക്കെ, അല്ലെങ്കിലോ ബോത്ത് ഓഫ് ദെം ആർ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി കൺട്രോൾഡ് ബൈ എ തേർഡ് പേഴ്സൺ, ഒരു തേർഡ് പേഴ്സൺ മുഖാന്തരം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൺട്രോൾ ചെയ്യപ്പെടുന്ന ആളുകളാവാം. ഓക്കെ, അടുത്തെന്താ, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി കൺട്രോൾ എ തേർഡ് പേഴ്സൺ. ഇനി എന്താവാം, തേർഡ് പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നവരാവാം. അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഫാമിലി. ഓക്കെ, എന്താണ്, ഒരു ഫാമിലിയിലെ സെയിം പേഴ്സൺസ് അവരും എന്താവാം, റിലേറ്റഡ് പേഴ്സൺസ് ആവാം. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ ഈ കുറച്ച് A മുതൽ H വരെയുള്ള ആളുകളെയാണ് എന്താ പറയുക, റിലേറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടീഷൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, റിലേറ്റഡ് പേഴ്സൺ ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനർത്ഥം എന്താ, ഇപ്പം പറഞ്ഞ ഈ ആളുകളൊന്നും ആവരുത്. ഓക്കെ, സപ്ലയറും റെസിപ്പിയൻ്റും എന്തായിരിക്കരുത്, ഇപ്പം പറഞ്ഞ ആളുകളൊന്നും ആവരുത്. ഇപ്പോൾ പറഞ്ഞ ആളുകളല്ല എന്ന് പറഞ്ഞാൽ എന്താ, അവർ നോട്ട് റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ദി സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ് ഓഫ് ദി സപ്ലൈ ആർ നോട്ട് റിലേറ്റഡ് പേഴ്സൺസ്. എന്താണ് റിലേറ്റഡ് പേഴ്സൺസ് ആവരുത്. രണ്ടാമത്തെ എന്താ, ദി പ്രൈസ് ഈസ് ദ സോൾ കൺസിഡറേഷൻ ഫോർ ദി സപ്ലൈ. എന്താണ്, എത്രയാണോ ഒരു സാധനത്തിൻ്റെ വില അല്ലെങ്കിൽ എത്രയാണോ ആ സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത് സോൾ കൺസിഡറേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം, അത് ഉദ്ദേശിക്കുന്നത് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ടാവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനൊരു കാറ് വാങ്ങുകയാണ്, ആ കാറിന് 5 ലക്ഷം രൂപയാണ് വില എങ്കിൽ ആ 5 ലക്ഷം രൂപ ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ട് പേയ്മെൻറ്റ് കൊടുത്തു വിചാരിക്കുക. എങ്കിൽ അതിനാണ് എന്ത് പറയുക, സോൾ കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നേരെ മറിച്ച് എന്ത് ചെയ്യാണ്, എനിക്കൊരു കാറ് വാങ്ങണം, എൻ്റെ കയ്യിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ സെക്കൻഡ് ഹാൻഡ് കാർ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു കാർ മേടിച്ചു. അപ്പോൾ എന്താ പറയാൻ പറ്റില്ല, അതിനെ സോൾ കൺസിഡറേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതൊരു എക്സ്ചേഞ്ച് ആണ് അല്ലേ. അപ്പോൾ സോൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് നമ്മൾ മുഴുവൻ എമൗണ്ട് എന്താണ് കൊടുക്കുകയാണ്. ഓക്കെ, അതാണ് സോൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ, ദി സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ് ആർ നോട്ട് റിലേറ്റഡ് പേഴ്സൺസ്. റിലേറ്റഡ് പേഴ്സൺസ് ആവാൻ പാടില്ല. ആരെ, സപ്ലയറും റെസിപ്പിയൻറ്റും. നെക്സ്റ്റ് എന്താ, ദി പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ. പ്രൈസ് എന്താണ്, സോൾ കൺസിഡറേഷൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ഈക്വൽ ടു ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ വാല്യൂവിൽ നമുക്കെന്താ, കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യും വേണം, കുറച്ച് എണ്ണം എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യും വേണം, അല്ലെങ്കിൽ മൈനസ് ചെയ്യും വേണം. ഓക്കെ, അങ്ങനെ ചെയ്താലാണ് നമുക്ക് ശരിക്കും എന്ത് പറയുക കിട്ടുള്ളൂ, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ കിട്ടുകയുള്ളൂ. അല്ലേ, ഇപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം, നല്ലതാണ് റിയലായിട്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ വേണ്ടാത്ത സാധനങ്ങളൊന്നും അതിൽ ഇടരുത്, ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടേസ്റ്റ് പോകും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ വാല്യൂവിൽ സെർട്ടേൺ ഇൻക്ലൂഷൻസും ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട് സെർട്ടേൺ ഡിഡക്ഷൻസ്, എക്സ്ക്ലൂഷൻസും ഉണ്ട്. ഈ 2 എണ്ണം ആഡ് ചെയ്യും ഡിഡക്റ്റ് ചെയ്യും ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സാക്റ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ നമുക്ക് എത്രയാണ് കിട്ടുക. അപ്പോൾ നമുക്കത് നോക്കിയാലോ അല്ലേ. ഒരു ഇക്വേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നോക്കുക, എന്താ, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഈസ് ഈക്വൽ ടു ട്രാൻസാക്ഷൻ വാല്യൂ പ്ലസ് സെർട്ടേൺ ഇൻക്ലൂഷൻസ് മൈനസ് സെർട്ടേൺ എക്സ്ക്ലൂഷൻസ്. ഇതാണ് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ട്രാൻസാക്ഷൻ വാല്യൂവിൽ, മൈനസ് എന്ത് ചെയ്യുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഏതൊക്കെ നോക്കിയാലോ അല്ലേ. നോക്കാം, ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് ഐറ്റം എന്താണ് നോക്കാം, ദി പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദി സെറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്, ഒരു സാധനം വാങ്ങാനോ അല്ലെങ്കിൽ സേവനം ചെയ്യാനോ വേണ്ടി നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ലാപ്ടോപ്പ് മേടിക്കണമെന്ന് വിചാരിക്കുക, ലാപ്ടോപ്പിന് 50,000 രൂപയാണ്. ആ 50,000 രൂപ നമ്മൾ കൊടുത്തുവെങ്കിൽ അതാണ് എന്ത് പറയുന്നത്, ആ ലാപ്ടോപ്പിൻ്റെ വില എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആ സാധനം എനിക്ക് കിട്ടുന്നതിന് വേണ്ടി 50,000 രൂപ കൊടുത്തു, ഞാനത് വാങ്ങി. അപ്പോൾ ഈ പ്രൈസ് ആക്ച്വലി പെയ്ഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50,000 രൂപ. ഓക്കെ, അടുത്തെന്താ, ആഡ് ഇൻക്ലൂഷൻസ് ആസ് പെർ സെക്ഷൻ 15(2) പ്രകാരമുള്ള ഇൻക്ലൂഷൻസ് നോക്കാം. എന്തൊക്കെയാണ്, എനി ടാക്സസ്, ഡ്യൂട്ടീസ്, എക്സസ്, ഫീസ് ആൻഡ് ചാർജസ് ലെവ്യൂഡ് അണ്ടർ ദി ലോ എക്സ്ക്ലൂഡിങ് GST if charged separately by the supplier. എന്നാണ്, വേറെ ഏതെങ്കിലും ടാക്സസ് അല്ലെങ്കിൽ ഡ്യൂട്ടികളോ, കസ്റ്റംസ് ഡ്യൂട്ടി അങ്ങനെ കാര്യങ്ങളായാലും, സെക്സ് ഫീസുകൾ, ചാർജുകൾ, അങ്ങനെ എന്തെങ്കിലും ചാർജുകൾ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ് ഞാൻ വാങ്ങിയെന്ന് വിചാരിക്കുക, ഒരു 20,000 രൂപ അതിനായി വിചാരിക്കുക. പ്ലസ് അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് പിടിച്ചു, ഒരു 2,000 രൂപ അതിന് ചാർജ് വന്നു. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം, ആ വാല്യൂവിൻ്റെ ഒപ്പം 20,000-ൻ്റെ ഒപ്പം 2,000 രൂപ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. അതാണ് ഇവിടെയും പറയുള്ളൂ. അപ്പോൾ സെർട്ടൈൻ ചാർജസ്, ഫീസോ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ വാല്യൂവിൻ്റെ ഒപ്പം തന്നെ അത് ആഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം, എനി എമൗണ്ട് that the supplier is liable to pay in relation to such a supplier, but it was actually incurred by the recipient of the supplier and not included in the price actually paid or payable to the services. അതായത് സപ്ലയർ കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ചാർജ് സപ്ലയർ കൊടുക്കാതിരിക്കുകയോ അത് ആര്
കൊടുക്കുകയാണ്? റെസിപ്പിയൻ്റ് കൊടുക്കേണ്ടി വരികയും അതോടൊപ്പം തന്നെ ആ എന്താ പറയുക പ്രൈസ്, ആ റെസിപ്പിയൻ്റ് കൊടുത്ത എമൗണ്ട് വേറെ ഏത് സപ്ലൈ അല്ലെങ്കിൽ വേറെ എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ചാർജിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വലി സപ്ലയറാണ് ആ എമൗണ്ട് കൊടുക്കേണ്ടത്, പക്ഷേ അത് അതിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു, റെസിപ്പിയൻറ്റിനെ കുറിച്ച് കൊണ്ട് കൊടുപ്പിക്കുന്നു. ഓക്കെ, പക്ഷെ അത് എവിടെ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം. ഇൻസിഡൻഷ്യൽ എക്സ്പെൻസസ് ഇൻക്ലൂഡിങ് കമ്മീഷൻ, പാക്കിംഗ് ചാർജ് സപ്ലയർ, റെസിപ്പിയൻറ്റ് ഓഫ് ദി സപ്ലൈ എനി എമൗണ്ട് ചാർജ്ഡ് ഫോർ എനിത്തിങ് ഡൺ ബൈ ദി സപ്ലയർ ഇൻ റെസ്പെക്ട് ഓഫ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അബോർഡ് ഓർ ടൈം ഓർ ബിഫോർ ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അബോർഡ്. അതായത് ഇൻസിഡൻഷ്യൽ ചാർജസ് വരും. അതായത് പാക്കിംഗ് ചാർജ് ആവാം, അല്ലെങ്കിൽ കമ്മീഷൻ ആവാം, അങ്ങനെയുള്ള കാര്യം. ഇപ്പം ഞാൻ നേരെ മറിച്ച് ഈ ലാപ്ടോപ്പ് മേടിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിലേക്ക് ഒബിയസ്ലി എന്ത് വരും, പാക്കിംഗ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ ആ പാക്കിംഗ് ചാർജ് നമുക്ക് എന്താ ഒരു എക്സ്പെൻസ് ആണ്, അത് ഈ വാല്യൂവിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടതാണ്. 10,000 ഇപ്പോൾ 50,000 രൂപയാണ് നമ്മുടെ ഇതിൻ്റെ വാല്യൂ, അതായത് ലാപ്ടോപ്പിൻ്റെ വാല്യൂ എങ്കിൽ അതിനോടൊപ്പം ഇപ്പോൾ ഒരു പാക്കിംഗ് ചാർജ് ആയിട്ട് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇതിൻ്റെ ഒപ്പം വാല്യൂ ഓഫ് സപ്ലൈ കാണുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അടുത്തത് ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീ, പെനാൽറ്റി ഓർ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് എനി കൺസിഡറേഷൻ ഓഫ് സച്ച് സപ്ലൈ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിയ സമയത്ത് 40,000 രൂപ കൊടുത്തു, 50,000 കൊടുത്തു, 10,000 രൂപ ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ 10,000 രൂപ കൊടുക്കാൻ സാധിച്ചില്ല, ബാലൻസ് എമൗണ്ട് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മുടെ സപ്ലയർ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് അധികം ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ലേറ്റ് ഫീ ആയിട്ട് എൻ്റെ അടുത്ത് നിന്നൊരു 500 രൂപ മേടിച്ചു. അപ്പോൾ എന്താണ്, അതും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം, ഈ വാല്യൂ ഓഫ് സപ്ലൈയോടൊപ്പം, അതായത് വാല്യൂ ഓഫ് സപ്ലൈ കാണുന്നതിന് വേണ്ടി ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഫീയോ ലൈഫ് ഫീയോ അല്ലെങ്കിൽ പെനാൽറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ഇനി അതേപോലെ സബ്സിഡി, ഗവൺമെൻറ് സബ്സിഡികൾ എന്തെങ്കിലും വരികയാണെങ്കിൽ സബ്സിഡി ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ടു ദി പ്രൈസ് എക്സ്ക്ലൂഡിങ് സബ്സിഡി, അതായത് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പ്രൈസിൽ ആ സബ്സിഡി ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഗവൺമെൻറ് സബ്സിഡീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊപ്പം ആഡ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഓക്കെ, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി നേരെ മറിച്ച് എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നോക്കാം. ഓക്കെ, അതിൽ നോക്കാം. എനി ഡിസ്കൗണ്ട്, ഏതാണ് ഡിസ്കൗണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. നോക്കാം എന്തൊക്കെ ഡിസ്കൗണ്ടാണ്. ഫസ്റ്റ് എയും ബിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എ എന്താണെന്ന് നോക്കിയാലോ, അല്ലേ, ബിഫോർ അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ ഇഫ് സച്ച് ഡിസ്കൗണ്ട് ഹാസ് ബീൻ ഡ്യൂലി റെക്കോർഡ് ഇൻ ദി ഇൻവോയ്സ് ഇഷ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് സപ്ലൈ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,000 രൂപയുടെ ലാപ്ടോപ്പ് വാങ്ങാൻ ഞാൻ ചെന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നു 10% ഡിസ്കൗണ്ട് തരാം. അല്ലെങ്കിൽ ഞാൻ കടയിൽ ചെന്ന സമയത്ത്, ഷോപ്പിൽ ചെന്ന സമയത്ത് സപ്ലയർ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഈ ലാപ്ടോപ്പ് നിങ്ങൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 50,000 10% എത്ര, 5,000 രൂപ എനിക്ക് എന്ത് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ 50,000 കൊടുക്കുന്ന സ്ഥാനത്ത് 5,000 ഡിസ്കൗണ്ട് വെച്ചിട്ട് എത്ര കൊടുക്കേണ്ടി വന്നുള്ളൂ, 45,000 രൂപ എനിക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. അത് എന്ത് ചെയ്തു, അയാൾ ബില്ലിൽ നിന്ന് ആ എമൗണ്ട് 50,000 ലാപ്ടോപ്പിൽ നിന്ന് 5,000 രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് എനിക്ക് ബില്ലും തന്നു. അങ്ങനെയെങ്കിൽ അതെന്താ ചെയ്യാം, നമുക്ക് ഇവിടെ ഡിഡക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ടൈമോ സപ്ലൈയുടെ സമയത്തോ അല്ലെങ്കിൽ ടൈമോ സപ്ലൈക്ക് മുമ്പോ ഇങ്ങനെയൊരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ അറിയുകയാണെങ്കിൽ ആ സെർട്ടൈൻ ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻവോയ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ബിഫോർ ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ ദി സപ്ലൈ ഓഫ് സച്ച് എഫക്റ്റഡ്, ഇനി സപ്ലൈക്ക് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ ഡിസ്കൗണ്ടിൻ്റെ കാര്യം അറിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നോക്കാം, അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അതായത് ഇപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ഒരാളെനിക്ക് ഇതേപോലെ ഒരു 10 ലാപ്ടോപ്പ് തന്നു. ഓക്കെ, 10 ലാപ്ടോപ്പ്, ഒരു ലാപ്ടോപ്പിന് 1,00,000 രൂപയുണ്ട് വിചാരിക്കുക. അപ്പോൾ
അപ്പോൾ 10 ലാപ്ടോപ്പിന് എന്തായി 10 ലക്ഷം രൂപയായി. അപ്പോൾ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യാണ്, അയാൾക്ക് കൊടുക്കണം. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഈ 10 ലാപ്ടോപ്പ് വിറ്റ് കൊടുക്കുകയാണെങ്കിൽ അയാൾ എനിക്ക് 9 ലക്ഷം രൂപയ്ക്ക് ഈ 10 ലാപ്ടോപ്പും തരാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം, ഞാൻ അയാളുടെ അടുത്ത് 10 ലാപ്ടോപ്പ് മേടിച്ചു, ടൈം ഓഫ് സപ്ലൈ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു മാസത്തിനുള്ളിൽ വിറ്റ് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് വരും, ഡിസ്കൗണ്ട് വരും. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് സപ്ലൈക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡിസ്കൗണ്ടിൻ്റെ കാര്യം ഞാൻ അറിയുന്നത്. ഓക്കെ, അപ്പോൾ 10 ലക്ഷം കൊടുക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഒരു മാസത്തിനുള്ളിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 9 ലക്ഷത്തിന് അത് കിട്ടും. അപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ടാണ് അത്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ട് മുൻകൂട്ടി അത് എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രിമെൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യാൻ നോക്കാം. ആഫ്റ്റർ സപ്ലൈയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ കാര്യം അറിയുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ കണക്കാക്കാൻ നോക്കാം. സച്ച് എ ഡിസ്കൗണ്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു ബിഫോർ ദി സപ്ലൈ ഓഫ് സച്ച് സപ്ലൈ ആൻഡ് സ്പെസിഫിക്കലി ലിങ്കഡ് ഇൻ ദി ടു റെലവൻറ്റ് ഇൻവോയ്സസ് ഉണ്ടാവണം, അതേപോലെ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവണം. അതേപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആസ് ആട്രിബ്യൂട്ടബിൾ ടു ദി ഡിസ്കൗണ്ട് ഇൻ ദി ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദി സപ്ലയർ ഹാസ് ബി റിവേഴ്സ്ഡ് ടു ദി റെസിപ്പിയൻ്റ് ഓഫ് ദി സപ്ലൈ. എന്താണ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്തിരിക്കണം. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, ഒന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്താണ് എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ സപ്ലൈക്ക് ശേഷമുള്ള ഡിസ്കൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് അല്ലെങ്കിൽ എക്സ്ക്ലൂഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കുന്ന സമയത്ത് മൈനസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുകയും ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് സപ്ലൈ എന്താണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു വാല്യൂ, ആ പർച്ചേസ് ചെയ്ത വാല്യൂവിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, ആദ്യം ഡ്യൂട്ടീസോ ഫീസോ ചാർജസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ സപ്ലയർ കൊടുക്കേണ്ട ഒരു ചാർജ് റെസിപ്പിയൻ്റ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ എന്താ പറയുക, ആ ചാർജ് ഇൻവോയ്സസിലൊന്നും റെക്കോർഡ് ചെയ്തിട്ടുമില്ല എങ്കിൽ നമ്മൾ എന്താണ് ആ ചാർജ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻസിഡൻഷ്യൽ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. കമ്മീഷൻ, പാക്കിംഗ്, അത് എന്തുവാകും അത് ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ആഡ് ചെയ്യണം. അതേപോലെ സബ്സിഡീസ്, ഗവൺമെൻറ് സബ്സിഡീസ് എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ ആഡ് ചെയ്യണം. ഇത്രയും ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത ശേഷം ഡിസ്കൗണ്ട് എന്ന് പറയുന്ന അടുത്തൊരു ഐറ്റം ഉണ്ട്, അതെന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിസ്കൗണ്ട് ഉണ്ട്, ബിഫോർ ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, ബിഫോർ ഓർ ആഫ്റ്റർ സപ്ലൈ ഉണ്ട്. ഓക്കെ, ബിഫോർ എന്താ പറയുക ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ബിഫോർ ദി ടൈം ഓഫ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഇൻവോയ്സിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആഫ്റ്റർ സപ്ലൈ ആണെന്നുണ്ടെങ്കിലോ അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രിമെൻറ്റ് വൈസ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഇൻവോയ്സുകളുമായിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആ ഡിസ്കൗണ്ടിന് ആട്രിബ്യൂട്ടബിൾ ആവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ ആഫ്റ്റർ സപ്ലൈക്ക് ശേഷമുള്ള ഡിസ്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുകയും ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ എത്രയെന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 2 കണ്ടീഷൻസ് പഠിച്ചു. ആ 2 കണ്ടീഷൻസിൽ എന്താ പറയുന്നത്, ദി സപ്ലൈ ആൻഡ് റെസിപ്പിയൻ്റ് ഈസ് എന്ത് ചെയ്യണം, ഈസ് നോട്ട് എ റിലേറ്റഡ് പേഴ്സൺസ്. എന്താണ്, സപ്ലയറും റിലേറ്റഡ് റെസിപ്പിയൻ്റ് എന്തായിരിക്കരുത്, റിലേറ്റഡ് പേഴ്സൺസ് ആയിരിക്കരുത്. പ്രൈസ് ഈസ് സോൾ കൺസിഡറേഷൻ, പ്രൈസ് എന്തായിരിക്കണം, സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്നുള്ളതായിരിക്കും എന്ത് പറയുന്നത്, നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ട്രാൻസാക്ഷൻ വാല്യൂ വെറുതെ എടുക്കാൻ പറ്റില്ല, നമുക്ക് എന്ത് ചെയ്യണം, അതിൽ കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യുകയും ചെയ്യണം, കുറച്ച് ഐറ്റംസ് ലെസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചു, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ് പഠിച്ചു. അപ്പോൾ ഇതെല്ലാം ആഡും ലെസ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനലായി കിട്ടുന്ന ആൻസറാണ് എന്ത് പറയുക, വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. ആ വാല്യൂ ഓഫ് സപ്ലൈക്ക് മുകളിലാണ് എന്താണ് GSTയുടെ സെർട്ടൈൻ റേറ്റ് ഓഫ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ തുടങ്ങി വെച്ചു. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായി എങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.